കഞ്ഞിക്കുഴി സ്വദേശി പുത്തൻവിളി സാംബശിവൻ 2 ഏക്കർ പാടത്ത് നടത്തിയ ഷമാം കൃഷിയുടെ വിളവെടുപ്പ് തുടങ്ങി. ഷെയ്ക്കിൻ്റെ ഷമാമാണ്. അറബി നാടുകളിലാണ് ഈ പഴവർഗ്ഗത്തിന് ഏറ്റവും ഡിമാൻഡുള്ളത്. ഇപ്പോൾ മലയാളികളുടെ മേശപ്പുറത്തേക്കും ഷമാം എത്തിക്കഴിഞ്ഞു. അതും ഞങ്ങളുടെ വിഷരഹിത ഷമാം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാമ്പഞ്ചേട്ടൻ, പുത്തമ്പള്ളി സാമ്പഞ്ചേട്ടനെ സംബന്ധിച്ച് പാടം നിറയെ ഷമാമും തണ്ണിമത്തനും ഒക്കെ വിളഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ വർഷവും പരീക്ഷണാടിസ്ഥാനത്തിൽ ഷമാം കൃഷി ചെയ്തയാളാണ് സാമ്പഞ്ചേട്ടൻ. ഇത്തവണ കൂടുതൽ സ്ഥലത്താണ് ഷമാം കൃഷി ഇറക്കിയിരിക്കുന്നത്. ആവശ്യക്കാർ ഒരുപാടുണ്ട്. സാമ്പഞ്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണസമയ കർഷകനാണ്. കഞ്ഞിക്കുഴിയുടെ അഭിമാന കർഷകനാണ് സാമ്പഞ്ചേട്ടൻ. ഷെയ്ക്ക് തയ്യാറാക്കാനുള്ള രുചിയുള്ള ഷമാം കൃഷി ചെയ്യുകയാണ് കഞ്ഞിക്കുഴി സ്വദേശി പുത്തൻവിളി സാംബശിവൻ. പാട്ടത്തിനും സ്വന്തമായുമുള്ള 2.5 ഏക്കർ പാടശേഖരത്തിലാണ് ഇത്തവണ കൃഷി ഇറക്കിയിരിക്കുന്നത്. കത്തുന്ന ചൂടിൽ ഏറെ പണിപ്പെട്ടാണ് മറുനാടൻ പഴവർഗ്ഗമായ ഷമാം വിളവാക്കിയത്. വിളഞ്ഞ ഷമാമിന് ആവശ്യക്കാരേറെയാണ്. രാസവളവും കീടനാശിനിയും ഉപയോഗിക്കാത്ത നാടൻ ഷമാമിന് രുചി കൂടുതലാണ്. ചാണകവും കോഴിവളവുമാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. നോമ്പുകാലമായതോടെ വലിയ ആവശ്യക്കാരാണുള്ളത്. തണ്ണിമത്തനും പൊട്ടുവെള്ളരിയും സലാഡ് വെള്ളരിയും ഷമാമിനൊപ്പം സാംബശിവൻ കൃഷി ചെയ്യുന്നുണ്ട്. ഷമാം കൃഷി ആദ്യമായിട്ട് കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള വിളവ് എടുപ്പും അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇത് വിളവിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആവശ്യക്കാരേറെയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്യുകയും നല്ല രീതിയിലുള്ള വിളവ് കിട്ടിയിട്ടുണ്ട്. ഇത് ഹൃദ്രോഗ ബാധിതരായിട്ടുള്ളവർക്കൊക്കെ തന്നെ വളരെ നല്ല ഒരു പഴവർഗ്ഗമാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കൃഷി ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മേൽനോട്ടം തരുന്നതിന് വേണ്ടി ഉദയപ്പൻ ചേട്ടൻ വന്നിരുന്നു. ഉദയപ്പൻ ചേട്ടൻ വന്ന് ഈ കൃഷി രീതിയെക്കുറിച്ചും അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തരികയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃഷിക്കാരോടുള്ള സ്നേഹം വളരെ വലുതാണ്. കൃഷി ഓഫീസറും അവിടുത്തെ ഓഫീസിലെ മറ്റ് ജീവനക്കാരെല്ലാം തന്നെ കൃഷിക്കാരുടെ കൂടെ തന്നെയുണ്ട്. എൻ്റെ കൂടെ തന്നെ എപ്പോഴും എല്ലാ കാര്യങ്ങളും വിളിച്ചറിയിച്ച് ഇപ്പോൾ കൃഷി ഉൽപ്പന്നങ്ങൾ പോകാതായിട്ടുണ്ടെങ്കിൽ അത് ആളെ കണ്ടെത്തി വിളിച്ചു പറഞ്ഞ് ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചോളം പഞ്ചായത്ത് പൂർണ്ണ സപ്പോർട്ടാണ്. പഞ്ചായത്ത് ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ ഇതിനു വേണ്ടി നടപ്പാക്കിയിട്ടുണ്ട്. ആ പദ്ധതികൾ നടപ്പാക്കിയതിൻ്റെ ഫലമായിട്ടാണ് കർഷകർക്ക് നേരെ നിൽക്കാനുള്ള കഴിവ് ഉണ്ടായിട്ടുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ളത്.